ഓടോ, ഞാൻ ഇതിനെക്കാട്ടി വലിയ സ്റ്റാർ ഹോട്ടലൊക്കെ കണ്ട ഇതിനെ പഠിപ്പിക്കണ്ട കേട്ടാ. ഇതിനെക്കാട്ടി ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് കേട്ടാ. വാട്ട്സ് എ പ്രോബ്ലം? ആ ഇന്ത്യക്കാരൻ എന്നെ വെറുതെ തള്ളി വെറുതെ എന്നെ. ഞാൻ എന്റെ സ്നേഹത്തിനെ തരുന്ന അവിടെ. പ്രയാസപ്പെടേണ്ട, മലയാളിയാണ് ഞാൻ. മലയാളിയാണ്? എന്താ പ്രോബ്ലം? നിങ്ങൾ ഈ ഹോട്ടലായിട്ട് കുറെ കാലായി? ഞാനൊരു 2 years തന്നെ. ഓ. ഇവിടെ ഒരു ചായക്ക് ഏകദേശം എത്ര റുപ്യ ഉണ്ടാകുമ്പോ കുടിക്കണമെങ്കിൽ? ഒരു 110 രൂപയോ. 110? ഓ. നമ്മളെ നാട്ടിലത്തെ? അതെ. ഊണിനോ? ഊണിന് ഒരു 250 രൂപയാവും. ഞങ്ങളെ നാട്ടിൽ 250 രൂപ ഒരു കല്യാണം നടത്താം. സത്യം. നമ്മുടെ നാട്ടിൽ ഇതിലും കൂടുതൽ നടത്താം. ഞാനെന്താ വന്നു വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഹോട്ടലായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഓനെ കാണാൻ വേണ്ടി വന്നതാ ഞാൻ. ഇവിടെ എവിടെ നിങ്ങൾ കണ്ടിനോനെ? കുറെ കാലം മുന്നേ നാട് വിട്ട് വന്നതാ. ഈ ഹോട്ടലിലോ? ആന്ന്. ഇത് 5 star ഹോട്ടലാ. ഇവിടെ അങ്ങനെ ആരും നിങ്ങളെ പോലുള്ള സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾക്കാർ ഇവിടെ കയറി വരില്ല. ഇതിന്റെ മുതലാളിയുടെ പേരെന്താ? മുതലാളിയോ? റിച്ചാർഡ് ഹാഡ്ലി. മൂപ്പര് വീട് എവിടെയാ? മൂപ്പർ ഇവിടെ അല്ല, ബാംഗ്ലൂരാ. ഇവിടെ അല്ല, നമ്മളെ തലശ്ശേരി അല്ല, കോഴിക്കോട്. ബാംഗ്ലൂരാ. ഓ. സത്യം പറയാ നിങ്ങള്? റിച്ച് ടീമാണ്. സാധാരണ നമ്മളെ പോലുള്ള ആൾക്കാരൊന്നും അല്ലേ? അല്ല, ഇവിടെ റൂമിന് എത്ര രൂപ ചാർജ് ഉണ്ടാവും ഒരു ദിവസം? ഒരു 12,000 രൂപ വരും. 12,000 രൂപ ഉണ്ടാവും പ്ലസ് ടാക്സ്. അപ്പൊ എത്ര ഉണ്ടാവും? 25,000 വരും. അത്ര വരൂ? അപ്പൊ നമുക്ക് ആ കുളത്തിൽ കയറി കുളിക്കാൻ പറ്റൂ? കൊള അല്ലാതെ സ്വിമ്മിംഗ് പൂളാ. സ്വിമ്മിംഗ് പൂളാണത്. കൊള ആക്കാഞ്ഞാ മതി. നിങ്ങൾ എന്റെ കാര്യം ഒന്ന് മനസ്സിലാക്കൂ. ലീ മെറിഡിയയിലെ താമസം മാറ്റി താജിലേക്ക് ആക്കാം. ഓക്കെ, 1 minute. താജിലേക്ക് ആക്കാം. അതല്ല, എന്റെ ഹോട്ടലിൽ സൗകര്യമില്ല, അതുകൊണ്ടാ. ഓക്കെ. റിച്ചാർഡിനെ കുറിച്ച് അറിയാലോ നിങ്ങൾക്ക്. സാർ, നമ്മുടെ ബോംബെ പാർട്ടിയുടെ ബില്ല് സെറ്റിൽമെന്റ്. അപ്പുറത്ത് കൊടുക്കണോ? ഡിസ്കൗണ്ട് കൊടുക്കണായിരിക്കും. ഒരു 50% ഡിസ്കൗണ്ട്. ഓക്കെ സാർ. ഇതൊന്ന് കുത്തം സാർ. ഓക്കെ, ശരി സാർ. അപ്പോ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ റൂം ബോയ് പെയ്യും വന്നായിരുന്നു. അതായിരുന്നു. ഇല്ല, നോ പ്രോബ്ലം. ഇല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ പേര്? റിച്ചാർഡ് ഹാഡ്ലി. ഓക്കെ. ഇയാളെ പേരോ? പറഞ്ഞേ. ഇവിടെയല്ല, ബാംഗ്ലൂരാ. പറഞ്ഞ പോലെ ഒരു കാര്യം ഇപ്പൊ കാണിച്ചു കേട്ടോ ഞാൻ. കൊരങ്ങ എന്നെ മനസ്സിലായോ? ചിരിക്കാൻ തുടക്കണോ? അമ്മന്റെ ചെയിന് പൊട്ടിച്ചു വന്ന കള്ള കൊരങ്ങൻ കോവല്ലത്. എടോ, അത് ക്ലീൻ ചെയ്യടോ. ശരിക്കും തുടക്കി. ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തുടക്കി. ചിരിക്കല്ലടോ. ഇയാളാരടത്? ഇതാരത്? എടോ, തുടക്കണോ അത്? ശരിക്കും വൃത്തിയാക്കണോ? അങ്ങോട്ട് പോ. ഈ ഏരിയയിലേക്ക് വരല്ലേ. അതെ, എനിക്ക് മനസ്സിലായി. എന്നെ മനസ്സിലായി? എന്നിട്ട് എന്താ മനസ്സിലാവാത്ത മാതിരി കളിക്കണോ? നോക്കണോ? ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഞാൻ അന്ന് കള്ളവണ്ടി കയറിയില്ലേ, എന്നിട്ട് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി ഭയങ്കര സെറ്റപ്പായി. അതല്ല, പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു തുടക്കണത്. അല്ല, പിന്നെ എങ്ങനെ ഇവിടെ എത്തി? ഞാനിവിടെ ഹോട്ടലൊക്കെ തുടങ്ങി. ദയവ് ചെയ്ത് കൊരങ്ങാന്ന് മാത്രം വിളിക്കരുത് പ്ലീസ്. അതായത് നാട്ടിൽ അമ്പന്റെ ചെയിന് പൊട്ടിച്ച് കള്ളവണ്ടി. അല്ലടോ, അതൊന്നും ഇവിടെ പറയണ്ട. വേണ്ടല്ലേ? അറിയില്ല പ്ലീസ്. അല്ലാതെ ആരാ പെൺകുട്ടി? മോളെ, സർ, ഇത് ബോംബെ പാർട്ടിയുടെ ഡിസ്കൗണ്ട് ബില്ലാ. ഒന്ന് സൈൻ ചെയ്ത് തരുമോ? യെസ്, വെയിറ്റ് ആൻഡ് സീ. ഓക്കേ. മനസ്സിലായോ? എന്താ ബോംബെയിൽ പറഞ്ഞു. ബോംബെ പാർട്ടിയുടെ ബില്ലാ? എന്താ? ഒരു കൊരങ്ങനുണ്ടായിരുന്നു ഇവന്റെ നാട്ടിൽ. അതിനെ കുറിച്ച് ഞങ്ങളുടെ നാട്ടിൽ ഇവന് കൊരങ്ങൻ ഗോപാലനല്ല, റിച്ചാർഡാണല്ലോ ഞാൻ. അവനറിയില്ല സംഭവം. ഫോൺ നമ്പർ ഒന്നും വേണം. ഇവളെ ഫോൺ നമ്പർ ഒന്നും വേണം. ഇല്ല, സ്റ്റാഫ്സിന്റെ നമ്പർ ഒന്നും ആർക്കും കൊടുക്കില്ല. സ്റ്റാഫ്സിന്റെ നമ്പർ കൊടുക്കില്ല. 9946977307. ഓക്കെ, അതല്ല, വേറൊരു കാര്യമുണ്ട്. അതായത് ഇവര് ഞങ്ങള് സ്കൂൾ പഠിക്കുമ്പോഴേ ഇവിടെ ഒരു വലിയ ചൊറി ഉണ്ടായിരുന്നു, ഒരു ചെരങ്ങ.
ചെറിയ സ്പ്രേ ഇവിടെ ഇങ്ങനെ വരുത്തിയിട്ട് തുടക്കണത്. ഉമ്മ ഒന്നും പറയല്ലടാ please. കഴിക്കുന്ന അപ്പൊ ചെറിയ മോള് പോയിക്കോളൂ കേട്ടോ. അതല്ല മോളെ, അതെ, അതെ. വട്ടച്ചൊറി എടാ. തുടക്കണത്. സോറി സോറി. ഒരു 75% 75%ഓ? ഇത്രയോ? ഓക്കെ 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 ഞാൻ നാളെ വിളിക്കട്ടോ. ബൈ. കൊല്ലു ഞാൻ. എന്താന്ന് പറഞ്ഞേ? ഇവിടുത്തെ എന്റെ പേരെന്താണെന്ന് അറിയോ നിനക്ക്? എനിക്കറിയില്ല. റിച്ചാർഡ് ഹാൻലി എന്നാ. പിന്നെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ജാടായിട്ട് നടക്കണത്? കൊളമാക്കല്ലേ തുടക്കടാ. ഓ, ഓ. ഇവിടെ തുടങ്ങി, ഒന്ന് ഇവിടെ തുടങ്ങി, അവിടെ തുടങ്ങി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ ഭയങ്കരമായിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടുണ്ടല്ലോ. ഏ? മൂത്രമൊഴിക്കാൻ മൂത്രപ്പരിപാടിയാ. മൂത്രമൊഴിക്കണം അത്രേ ഉള്ളൂ. ആ ഉം, ഇവിടെ വെച്ചാലോ? നിർബന്ധ ആ മൂത്രമൊഴിച്ചിട്ട് ആ വഴിക്ക് പോയിക്കോട്ടോ. മോളെ ഞാൻ എവിടെ മൂത്രമൊഴിക്കണ്ടേ? അതായത് ഇവിടെ നേരെ പോവാ, നേരെ നേരെ പോയിട്ട് റൈറ്റിലേക്ക്, റൈറ്റിൽ നിന്ന് വലത്തോട്ട്, പിന്നെ ലെഫ്റ്റ്, ലെഫ്റ്റ് ലെഫ്റ്റ്. എന്നിട്ട് സ്ട്രെയിറ്റ് ആയി അവിടെയാണ് ബാത്റൂം. അവിടെ മൂത്രം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പൊ പോയിട്ട് മൂത്രം ഒഴിച്ചിട്ട് വാ ട്ടാ. ശ്ശോ, അമ്മേ ഇതെന്താ ക്രിക്കറ്റ് കളിക്കാ? ഓ, ഓ, തുടയ്ക്കുക, തുടയ്ക്കുക. ഇങ്ങനെയാണോ തുടക്കല്? തുടയ്ക്കുക. തുടക്കണ്ട നീ. പോ 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 പോ. ശ്ശോ, ഓരോ കുരിശുകള്. എക്സ്ക്യൂസ് മീ, കമൺ. എന്തേ? അല്ല വാട്ട് സർ? നമ്മുടെ ബോംബെ താജിന്ന് കസ്റ്റമേഴ്സ് വിളിക്കും. അപ്പോൾ നീ ഒരു എക്സ്ക്യൂസും കൊടുക്കണ്ട. എല്ലാ കാര്യങ്ങളും ടേക്ക് ആയിരിക്കണം. എല്ലാം നീ തന്നെ മാനേജ് ചെയ്യണം. Yes, sir. പിന്നെ സെബാസ്റ്റ്യൻ ഇല്ലേ? റോബർട്ട് റോബർട്ട് സെബാസ്റ്റ്യൻ. റോബർട്ട് സെബാസ്റ്റ്യൻ വിളിച്ചാൽ എന്നെ കണക്ട് ചെയ്യണ്ട. ഓക്കെ, Okay, sir. എല്ലാം പറഞ്ഞ പോലെ ശരിയാക്കണം. ഞാൻ Okay, sir. ഭയങ്കര Yes, sir. സ്ട്രിക്റ്റ് ആണ്, അറിയാലോ? അല്ല Okay. എന്റെ അച്ഛൻ ജയിലിൽ പോയ കാര്യം ഈ അറിഞ്ഞില്ല. അച്ഛൻ ജയിലിൽ പോയത് ആരുടെ അച്ഛൻ? ഇവിടെ അച്ഛൻ ജയിലില്ല. നിങ്ങൾ അറിയില്ല? അതായത് എന്റെ അച്ഛൻ ജയിലില്ല, ഇത് അറിഞ്ഞില്ല ഇതുവരെ? ഞാൻ അറിഞ്ഞിട്ടില്ല. അമ്മനെ ബലാത്സംഗം ചെയ്തിട്ട് അച്ഛൻ ജയിലിലാണല്ലോ. അമ്മേനെ ബലാത്സംഗം ചെയ്യ അച്ഛൻ? ആ മറ്റേ നമ്മുടെ അടുത്ത വീട്ടിലെ ഗോപാലല്ലേ, ആ. ഓന്റെ അമ്മനെ ബലാത്സംഗം ചെയ്തിട്ട് അച്ഛൻ ജയിലില്ല. എടാ, പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്ക്. ചെല്ല്, ചെല്ല്, ചെല്ല്. പോ, 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 പോ. എന്താണില്ല എന്റെ എടാ, അച്ഛന്റെ കഥ? നാണം കെടുത്തല്ലേ? ആളുകൾ ഇതിലെ പാസ് ചെയ്യുന്നുണ്ട്. കള്ളനാട്ടോ ഈ എന്ത് കള്ളനായി. ഏ? നീ എന്താ പറഞ്ഞേ? എന്ത്? ഈ ഹോട്ടല് 3 സ്റ്റാർ ആണെന്നല്ലേ നീ ആ പറഞ്ഞു? 3 സ്റ്റാർ എന്ന് പറഞ്ഞു. അല്ലേ? ആ പക്ഷെ അത് 5 സ്റ്റാർ കണ്ടാൽ തന്നെ അറിയാം 5 സ്റ്റാർ ആണെന്നുള്ളത്. 3 സ്റ്റാർ ആണിത്. നീ ഹോട്ടലിനെ പറ്റി എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. 5 സ്റ്റാർ ആണെങ്കിൽ കണ്ടാ ഇത് 3 സ്റ്റാർ ആണ് സംഭവം. എന്താ നീ ഇങ്ങനെ പറഞ്ഞ? എടാ 3 സ്റ്റാർ ഹോട്ടലിൽ എങ്ങനെയാണോ ബാത്റൂം AC ആവുക? ബാത്റൂം AC ആവുക എങ്ങനെയാ? നീ AC ബാത്റൂമിലെ പോയത്? ആ ഇവിടുന്ന് നേരല്ലേ പോയത്? നേരെ അങ്ങോട്ട് പോയി, എന്നിട്ട് റൈറ്റ് കട്ട് ചെയ്തു, അവൻ റൈറ്റ് കട്ട് ചെയ്ത്, എന്നിട്ട് ലെഫ്റ്റിലേക്ക് പോയി. അവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് നേരെ അങ്ങോട്ട് പോയി. അവിടെ മുട്ടി, എന്ത് മുട്ടി? മൂത്രയ്ക്കാൻ മുട്ടി. അവിടുന്ന് ആ ആ ആ ആ. അവനെ അപ്പുറമുള്ള തൊട്ടപ്പുറത്തുള്ള ഡോർ അങ്ങാണ്ട് തുറന്നു. എന്ത് സുഖ, നല്ല തണുപ്പു. കള്ള 5 സ്റ്റാർ ഹോട്ടലായിട്ട് 3 സ്റ്റാർ ആണെന്ന് പറഞ്ഞില്ലേ ഈ കൊരങ്ങ കൊരങ്ങ കൊരങ്ങ. ആ ATM കൗണ്ടർ കയറി മൂത്രമൊഴിച്ചല്ലടാ നീ. ശരി, ഞാൻ ഇവിടുന്ന് പോയപ്പം അവള് ഗേറ്റൊക്കെ പൂട്ടി എന്നെ പുറത്താക്കി കണക്കാ. അവളെ എന്നാടുക്കും അവളെ അവളെ ഇന്ന് ഗേറ്റ് തുറക്കാൻ. എന്നത്ര മനുഷ്യ കിടന്ന് കൂവുന്നേ? ഗേറ്റ് തുറന്നിട്ടേക്കുന്ന എവിടെ? കണ്ടില്ലേ? ആഹാ, ഞാൻ കണ്ടില്ലായിരുന്നു സത്യം. പിന്നെ എന്റെ ദൈവമേ, അതെങ്ങാനും തള്ളി എല്ലെങ്ങാനും ഒടിഞ്ഞു ഇവിടെ കിടന്ന ഞാൻ നോക്കാലോ. ഉള്ള കാര്യം പറഞ്ഞേക്കാം. അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട അത്തക്കളാ. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിട്ട എന്താ കൊള്ളത്തില്ലായിരിക്കും? പക്ഷെ ഇതിനെന്തോ ഒരു കുറവുണ്ട്. ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ കുറവല്ലേ കണ്ടുപിടിക്കത്തുള്ളൂ. ഇന്ന് എന്ത് കുറവാണാവോ? ഞാനൊരു കാര്യം പറഞ്ഞു. ഇപ്പൊ സുഭാഷിന്റെ വീട്ടിൽ അത്തോട്ടിട്ടുണ്ട്, രഘുവിന്റെ വീട്ടിൽ അത്തോട്ടിട്ടുണ്ട്. അതുപോലെ നീ ഒരു അത്തോട്ടിരിക്കുക. പക്ഷെ അതിനൊക്കെ ഒരു വെറൈറ്റി വേണം. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി വേണം. ഈ സാധനത്തിന്റെ കുറവ് ഞാൻ കാണിച്ചു തരാം. എന്റെ ദൈവമേ, നല്ലൊരു അത്തക്കളം ഇട്ടിട്ട് അതിന്റെ നടുക്ക് പട്ടച്ചാരയും കൊണ്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വട്ടാണോ മനുഷ്യ? പറയുന്നേക്ക് എടി, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു വെറൈറ്റി വേണം, അതിൻ്റെ ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ വേണം. ഇപ്പോ ആര് വന്ന് കണ്ടാലും അവർക്ക് ചോദിക്കേണ്ട കാര്യം ഇത് ബൈജുവിന്റെ വീട്ടിൽ അത്തോന്ന് അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. സെൻട്രൽ കുപ്പി വന്നാൽ വേറെ ആരുടെ? ഈ കുപ്പി എടുത്ത് നിങ്ങൾ മാറ്റുന്നോ അതോ ഞാൻ എടുത്തിട്ട് പൊട്ടിച്ചു കളയണോ? കുടിക്കണമെന്നുണ്ടെങ്കിൽ എടുത്ത് മടി വെച്ചോ, ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പൊട്ടിച്ചു കളയുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. വലിയ ആളുകളിക്കല്ലേ ഈ എന്റെ ദാഹജലത്തെ പറ്റി സംസാരിച്ച എന്നെ തല്ലിക്കൊന്നാലും ശരി, ഇതെങ്ങാനും പൊട്ടിച്ചാൽ നിന്റെ വീട് ഞാൻ തല്ലി പൊട്ടിക്കും. ദേ,
എന്റെ നൈജീരിയുള്ള അമ്മായി എനിക്ക് വെറുതെ താമസിച്ചോളം തന്നിരിക്കുന്ന ഈ വീട് തല്ലിപ്പൊട്ടിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? എന്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നൈജീരിയയിലെ ആ, ഒരു അമ്മായി അതല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എവിടുന്നാ നിങ്ങൾക്ക് ഈ കുപ്പി മേടിക്കാൻ കാശ്? ഞാൻ ഇതിനകത്തിട്ടിരുന്ന നൈജീരിയയിലെ അമ്മായിയുടെ അമ്മാവന്റെ കോട്ട് എന്തിയാ മനുഷ്യ? എന്നെ നൈജീരിയയിലെ അമ്മാവന്റെ അമ്മായിയുടെ അമ്മാവന്റെ കറുത്ത കോട്ട് അവിടെ തൂക്കിയിട്ടിരുന്നത് എന്തിയെന്ന്? ആ നിന്റെ നൈജീരിയയിലെ അമ്മാവന്റെ കോട്ട് രാവിലെ കൊണ്ട് കൊടുത്തിട്ടാണ് ഞാൻ കോട്ടറടിച്ചത്. എനിക്ക് അപ്പഴേ അറിയായിരുന്നു എന്റെ അമ്മാവ. ഞാൻ എന്റെ അമ്മാവനോട് ഇതിനൊക്കെ എങ്ങനെ കണക്ക് പറയും? എന്റെ അമ്മായി എന്നെ ഇവിടുന്ന് ഇറക്കി വിടുവോ? മനുഷ്യ, നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്റെ അമ്മായിയുടെ കോട്ട് എടുത്ത് നിങ്ങൾ കൊടുത്തത്? ഇനി ഇതെങ്ങനെ മേടിക്കും? നിന്റെ അമ്മാവന് കോട്ട് വലുതാണെങ്കിൽ എനിക്ക് എന്റെ കോട്ടർ വലുതാ. എന്റെ കുഞ്ഞിനെ പോലെ ഞാൻ എന്റെ കോട്ടറിനെ കാണുന്നത് അറിയോ? ഈ കോട്ടറിനെ പോലെ എന്റെ കൊച്ചിനെ ഇയാൾ നോക്കിയായിരുന്നെങ്കിൽ അതിങ്ങനെ പിഴയും തല്ലി നടക്കത്തില്ലായിരുന്നു. കൊച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ പിടിച്ചില്ല. അങ്ങനെ ഇപ്പൊ എന്റെ അമ്മാവന്റെ കോട്ട് വിറ്റിട്ട് നിങ്ങൾ ഈ കോട്ടർ കുടിക്കേണ്ട കാര്യമില്ല. വിട മനുഷ്യ, വിടാനാ പറഞ്ഞത്. നിങ്ങളിത് ചേട്ടന്മാരും ഇവിടെ ഇല്ല. എല്ലാ ചേട്ടന്മാരും ബീവറേജ് ക്യൂ നിൽക്കും അറിയാവോ? ഞാൻ ഇപ്പൊ കണ്ടിട്ട് വന്ന. നിനക്കറിയാമോ, നീ എപ്പോഴും പറയല്ലോ മറ്റുള്ള ആണുങ്ങളെ പോലെ കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടണം എന്നൊക്കെ. അതുപോലെ കഷ്ടപ്പെട്ട് ബീവറേജ് കൊണ്ട് ക്യൂ പോയി കഷ്ടപ്പെട്ട് മേടിച്ച സാധനമാണ് നീ കളഞ്ഞ. നിന്നെ കൊല്ലും ഞാൻ. നിനക്ക് ശാപം കിട്ടും. അത് സാരമില്ല, ഒന്നും അത് പോട്ടെ. ചേട്ടൻ വന്നേ, നമുക്ക് ഊണ് കഴിക്കാൻ പാ. നല്ലൊരു ഓണമായിട്ട്. ഊണ് എന്റെ പട്ടിക്ക് വേണം. നിങ്ങൾ തിന്നണ്ട, ഞാനത് പട്ടിക്ക് കൊടുക്കും. നോക്കിക്കോ. എനിക്ക് മനസ്സിലായിടി. എന്തോന്ന് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ പറ. ഞാനൊന്നും പറഞ്ഞില്ല, എനിക്കൊരു ഇംഗ്ലീഷ് പറയാൻ പറ്റും. ഞാൻ അറിയാണ്ട് പറഞ്ഞു. തെറ്റാണെങ്കിൽ വേണ്ട. ദേ വന്ന് കഴിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, ഞാനൊരു ഫുള്ള് മേടിച്ചടിക്കാതെ ഈ കോമിന്റെ സ്റ്റെപ്സ് ഞാൻ വെക്കത്തില്ല. ഈ വീടിന്റെ പടി ഞാൻ ചവിട്ടത്തില്ല. നിങ്ങൾ ഇങ്ങോട്ട് കേറിയാ നിങ്ങളുടെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. നിങ്ങൾ കുടിച്ചിട്ട് ഇങ്ങോട്ട് കേറി നോക്ക്. പിന്നെ കാണാം. നീ ഒന്ന് പോ മനുഷ്യ, നിങ്ങൾ ഇറങ്ങി പോ. ഒരു കാലം നേരെ ആവത്തില്ല. ഇത് റിയാലിറ്റി ഷോകളുടെ കാലമാണ്, പ്രത്യേകിച്ച് പറഞ്ഞാൽ ചാനലുകൾക്കുള്ള ജാഗരം. ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പൊ റിയാലിറ്റി ഷോസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, കുട്ടികള്, പിന്നെ കൗമാരക്കാർക്ക്, ഭാര്യ ഭർത്താക്കന്മാർ. അതെ, എന്തിനേറെ പറയുന്നു, വിസ കിട്ടി കാത്തിരിക്കുന്ന നമ്മുടെ അപ്പൂപ്പന്മാര്. കറക്റ്റ്. പാടുമ്പം പടം കിട്ടും പരിപാടി ടിവിയിൽ കണ്ട് കാര്യങ്ങൾ അറിയാതെ ഞാനേ ചെന്ന് കേറിക്കൊണ്ടൊരു പാട്ട് പാടും നേരം ചൊല്ലി ഒരാൾ സംഗതി വരുന്നില്ല മോനെ. പാടുമ്പം പണം കിട്ടും പരിപാടി ടിവിയിൽ കണ്ട് കാര്യങ്ങൾ അറിയാതെ ഞാനേ ചെന്ന് കേറിക്കൊണ്ടൊരു പാട്ട് പാടും നേരം ചൊല്ലി ഒരാൾ സംഗതി വരുന്നില്ല മോനെ. ഏതൊക്കെ ദുനിയാവിൽ ഫ്ലാറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, 7-8 കോടിയുടെ കാറുണ്ടെന്നും ഒഴിഞ്ഞു, എത്രയോ ലക്ഷം രൂപ തരുമെന്നു പറഞ്ഞു. ഏറെ നാളായി പാടിൽ ചങ്കിൽ ചോര കിനിഞ്ഞു. എണ്ണട്ടെ ഇനി കിട്ടിയ SMS കുറഞ്ഞു നോതട്ടെ. നിങ്ങളുടെ സ്റ്റേജ് മൊത്തം തീയിടുമെന്ന്, ഗസ്റ്റ് വന്നാൽ ഓടിടുമെന്ന് മുത്തേ. ഈളിച്ചു കാട്ടും തത്തെ, മംഗ്ലീഷ് ചൊല്ലും വിത്തെ. ഉടനെ എനിക്ക് നല്ലൊരു മാർക്ക് തരുവാൻ ചൊല്ലു. കണ്ണു തുറക്കൂ തേങ്ങൊതുക്കൂ. പാടുമ്പം പണം കിട്ടും പരിപാടി ടിവിയിൽ കണ്ട് കാര്യങ്ങൾ അറിയാതെ ഞാനേ ചെന്ന് കേറിക്കൊണ്ടൊരു പാട്ട് പാടും നേരം ചൊല്ലി ഒരാൾ സംഗതി വരുന്നില്ല മോനെ.
പാടുമ്പോ കളിയാക്കി ഈണം തെറ്റിച്ചാളെ ചുമ്മാ ഒഴിയാക്കിയിടുന്നെന്തിനാണ് ഇന്ന് ഫൈനലിൽ എടുക്കുവാൻ എന്നെ പറ്റുന്നില്ലെങ്കിൽ പിന്നാരാണി ദുനിയാവിൽ വേറെ പാടുമ്പോ കളിയാക്കി ഈണം തെറ്റിച്ചാളെ ചുമ്മാ ഒഴിയാക്കിയിടുന്നെന്തിനാണ് ഇന്ന് ഫൈനലിൽ എടുക്കുവാൻ എന്നെ പറ്റുന്നില്ലെങ്കിൽ പിന്നാരാണി ദുനിയാവിൽ വേറെ തുടക്കത്തിലെ ചില തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാനം ആയപ്പോഴേക്കും മൊത്തം തെറ്റായിരുന്നു. മോൻ എന്തുവാ മോനെ പാടിയത്? മോനൊരു പാട്ട് പാടിയതാണോ ഞങ്ങളെല്ലാവരും ചീത്ത വിളിച്ചതാണോ? അല്ല, ഞങ്ങൾക്ക് കേട്ടപ്പോൾ അങ്ങനെയാ തോന്നിയത്, അതുകൊണ്ട് പറഞ്ഞതാ. മോനെ ഇങ്ങനല്ല, നമ്മളെ ഇഷ്ടപ്പെടണം, അതിനുവേണ്ടി പാടണം, മനസ്സിലായോ? ജഡ്ജിന്റെ പവർ വെച്ച് എന്നെ വിരട്ടാൻ നോക്കണ്ട, പാട്ടിന്റെ ടെമ്പോ കൂട്ടിത്തുള്ളാൻ പറയാൻ നിക്കണ്ട, ഓരോരോ റൗണ്ടുണ്ടങ്ങ് കാശ് വിടുങ്ങാൻ നോക്കണ്ട, പിച്ചിയിലും മാന്തലുമില്ലെന്നോതി മക്കാറാക്കണ്ട. തഞ്ചത്തിൽ അവതാരക എന്നൊരു പേരിൽ വാഴണ വമ്പത്തി, നിന്റെ തോണ്ടലും തലയാട്ടലും ഇന്ന് തീർത്തെടുക്കും ദിനമാണല്ലോ ഒത്തേ. ഇവളെനിക്ക് സ്വത്തെ അരികെ വരുമുത്തേ, നീ കൂടെ പോന്ന ഫ്ലാറ്റും വേണ്ടടി, കാറും വേണ്ടടി, ഭ്രാന്ത് പിടിക്കണ ഷോയും വേണ്ടടി. പാടുമ്പം പാടം കിട്ടും പരിപാടി ടിവിയിൽ കണ്ടേ, കാര്യങ്ങൾ അറിയാതെ ഞാനേ ചെന്ന് കേറിക്കൊണ്ടൊരു പാട്ട് പാടും നേരം ചൊല്ലി ഒരാൾ സംഗതി വരുന്നില്ല മോനേ. പിടിച്ചുകുപ്പിയിലടയ്ക്കുവാൻ മഹാമാന്ത്രികനെത്തിക്കഴിഞ്ഞു. പട്ടണത്തിൽ ഭൂതം, ഭൂതത്തെ കാണുവാനുള്ള സുവർണാവസരം പാഴാക്കാതിരിക്കുവിൻ. പട്ടണത്തിൽ ഭൂതം. എന്തുവാടെ ഇത് മനുഷ്യനെ പേടിപ്പിക്കാൻ നീയായിരുന്നോ? ഓടിയത് വത്സ, നീ ആ വിളിച്ച് പറഞ്ഞോണ്ട് പോയത് കേട്ടില്ലേ? എന്നെ പിടിച്ച് കുപ്പിയിലടക്കി വന്ന് എന്നെ കണ്ടിട്ട് ഭൂതമാണോ പ്രേതമാണോ എന്ന് കരുതി ഏതോ വിവരദോഷികൾ വിളിച്ചു കൂകുന്നതാ. കുപ്പിയിലടയ്ക്കും പോലും. അതിന് ഞാൻ എന്തുവാ കുട്ടിച്ചാത്തനെന്നോ? വെറുതെ അല്ല, ഒരാള് കാലം നീട്ടിക്കൊണ്ടുവന്നപ്പോ തലയെ കുരിച്ചു കൊടുത്തത്. തലക്കകത്ത് വല്ലതും വേണ്ടേ? എന്റെ തിരുമേനി, അത് പുതിയ സിനിമയുടെ പരസ്യ വണ്ടിയാ. അത് ശരി. അപ്പൊ അവിടെ കണ്ട ജനക്കൂട്ടം സിനിമ കാണാൻ ഓടിക്കൂടിയതാണല്ലോ. അതെ. എന്നാ പിന്നെ നമുക്ക് ആ സിനിമ കണ്ടാലോ? അപ്പൊ പ്രജകളെ കാണണ്ടേ? പ്രജകളെ കാണണം. തിരുമേനി, കേരളം കണ്ടില്ലേ? ഇനി നമുക്ക് കോവളം കാണാൻ പോയാലോ? വത്സ, കേരളത്തിനകത്ത് തന്നെയാണ് കോവളം. ഓ, ചേട്ടാ, ഈ കഞ്ഞിക്കുഴിക്കുള്ള വഴിയേതാ? കഞ്ഞിക്കുള്ള വഴിയാ? അല്ല, കഞ്ഞിക്കുള്ള വക തേടിയാ ജഗള് നടക്കുന്നത്. കഞ്ഞിത്തരം പറയാതെ മിണ്ടാതെ നിൽക്കും വത്സ. ഒന്നുമില്ലെങ്കിൽ ഒരു രാജാവല്ലേ നിന്റെ മുന്നിൽ നിൽക്കുന്നത്? രാജാവാ? മനസ്സിലായില്ലല്ലേ? ഞങ്ങൾ ഓണത്തിന് ആൽബം പിടിക്കാൻ ഇറങ്ങിയതല്ല. ഇതാണ് കേരളം ഭരിച്ചിരുന്ന മാവേലി തമ്പുരാൻ, അതായത് സാക്ഷാൽ മഹാബലി. ഒറിജിനൽ ISI മാർക്കോട് കൂടിയത്. കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ഭരണമാ. ഓണമല്ലേ, ഞങ്ങൾ പ്രജകളെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. അതുപോലെ തന്നെയാണ് ഞാനും. ഒരു ഭാര്യയുണ്ട്, ഒരു സെറ്റപ്പ് ഉണ്ട്, പ്രജകളായിട്ട്. ആ പേരിൽ 4 കുട്ടികളുണ്ട്. അവരുടെ ക്ഷേമാന്വേഷിച്ചുള്ള യാത്രയല്ലേ ഞാനും. വത്സ, മലയാളികളുടെ മഹാമനസ്കത കണ്ടില്ല. നാം 1, നമുക്ക് 2. 2 പേരെ പോറ്റുന്ന നിനക്ക് നല്ലത് വരെ പോയി ഓണം നല്ലതുപോലെ ആഘോഷിക്കും. എന്തെടുത്തിട്ട് ഓണം ആഘോഷിക്കാനാണ്? എടോ, കോണം വിറ്റും അല്ല, കാണാൻ വിറ്റ് ഓണം ആഘോഷിക്കണോന്ന് തിരുമേനി പറഞ്ഞിട്ടില്ലേ? കാണാൻ പോയിട്ടൊരു കോണകം പോലും ഇല്ല വിൽക്കാനായിട്ട്. കോടകം വേണമെങ്കിൽ ഒരെണ്ണം ഞാൻ സംഘടിപ്പിച്ചു തരാം. ഒന്നും വേണ്ട, തൽക്കാലം ഇപ്പൊ ഓണം ഉണ്ണാനായിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല. തൽക്കാലം ഇത് വെച്ച് ഓണം കഴുത്ത് അവിടെ തന്നെ ഉണ്ട് തിരുമേനി. അവര് കൊണ്ടുപോയത് മാലയാ. തിരുമേനിയുടെ മാലയുടെ കാര്യം ഗോവിന്ദ. എന്താ? സ്വാഹ. ഇല്ല,
എല്ലാം നാം എൻ്റെ അകക്കണ്ണിൽ കാണുന്നു. അവൻ വരും, ഇല്ലെങ്കിൽ ചാത്തന്മാർ അവനെ വരുത്തും. ചാത്തന്മാരോ? ഭാവിയിൽ എന്ന് മുതലാ ചാത്തൻ സേവ തുടങ്ങിയത്? വത്സ, ഞാൻ ഇട്ടുകൊണ്ടുവന്നത് മുക്കുവണ്ടമാണ്. കേരളത്തിലേക്കാണല്ലോ വരുന്നത്. ഇതുപോലുള്ള തരികിടകൾ ധാരാളം ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഓടുന്ന പട്ടിക്ക് 1-2 കിലോമീറ്റർ മുമ്പേ എറിയണം. എന്നാലും എള്ളോളം കള്ളില്ലാത്ത, അല്ല കള്ളമില്ലാത്ത എന്റെ നാടിന്റെ അവസ്ഥ ഇങ്ങനെയായല്ലോ ഭഗവാനെ. ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. ഈ ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് വിമർശനം തന്നെയാണ്. എന്തിനേയും ഏതിനെയും ഒക്കെ വിമർശിക്കുക. എന്തായാലും ഈ വിമർശിക്കുന്നവരറിയുന്നുണ്ടോ ഈ വിമർശിക്കുന്നത് എന്താണെന്ന്? ചിലർക്ക് ഇത് ഉപജീവനം തന്നെയാണേ. ഒരു പാട്ടിനെ പറ്റി വിമർശിക്കണമല്ലോ, ഏത് പിടിക്കും? ഡാഡി മമ്മി വീട്ടിലില്ലേ, തടപോടെ യാരുമില്ലേ. അതിൽ തെറ്റിപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? ഡാഡി മമ്മി വീട്ടിലില്ലേ, തടയാനും ആരുമില്ലേ, വേണമെങ്കിൽ നീ വന്നിട്ട്. ആരെങ്കിലും ഒന്ന് വിമർശിക്കാൻ കിട്ടിയായിരുന്നെങ്കിൽ. ആഹാ, വന്നല്ലോ. എക്സ്ക്യൂസ് മീ സർ. യെസ്, വാട്ട് ഈസ് മീ? ഞാനൊരു ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്നെയോ? ആ, ഇരിക്കൂ. അപ്പം സാറ് TP ചാത്തമംഗലം? ആ, അതെ, ഞാനാണ് TP ചാത്തമംഗലം. ശരിക്കും എൻ്റെ പേര് TP ചത്തമംഗലം എന്നായിരുന്നു. ഫിഗർ കണ്ടാലേ ഏകദേശം അതേമാതിരി തോന്നും. വേണ്ട, എന്നെ എങ്ങോട്ട് വിമർശിക്കണ്ട. അത് കഴിഞ്ഞിട്ട് എനിക്ക് ചാത്തമംഗലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി. അങ്ങനെ ഞാൻ ചാത്തമംഗലമായി. സാർ ഒരുപാട് കാലങ്ങളായി. ഇതെന്താ തൂങ്ങുന്നേ? അത് എൻ്റെ ഒരു മാല. ഒരു 10 കൂടെ ആവായിരുന്നു ചരട്. സാർ എന്നെ വിമർശിക്കാൻ അത്രേ ഉള്ളൂ. സാറ് മൊത്തം വിമർശനത്തിന്റെ ആളാണോ? മൊത്തം എന്ത് ചോദിച്ചാലും വിമർശിക്കും. ക്യാമറ മുമ്പിലുള്ളല്ലേ, എന്ത് ചോദിച്ചാലും ക്യാമറ റെഡിയാ. എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ. ആ പാട്ടിനെ പറ്റി എന്താ അഭിപ്രായം? ആ പാട്ട് കുഴപ്പം എന്താണെന്ന് വെച്ചാല് മ്യൂസിക് ഒക്കെ ഓക്കെയാണ്, വരികളാണ് പ്രശ്നം. വരികൾക്ക് എന്താ പ്രശ്നം? വരികളുടെ പ്രശ്നം എന്താ വെച്ചാൽ എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാർ, അവിടെ കുഴപ്പമില്ല. പിന്നെ നിന്റെ കൽബിലെ വെണ്ണിലാവു, അവിടെയും കുഴപ്പമില്ല. പിന്നെന്താ കുഴപ്പം? കുഴപ്പം എവിടെയെന്നറിയോ? നിന്റെ പുഞ്ചിരി പാലിനുള്ളിലെ പഞ്ചസാരയാവാം, അവിടെയാണ് കുഴപ്പം. ഒന്ന് ചിരിച്ചേ. പെറ്റ തള്ള സൈക്കിളിലറ്റ് ചിരി. ശരിക്ക് ചിരിക്കട എങ്ങനെ? എവിടെ? എന്ത് പാലെന്ത്? പാലോ? പഞ്ചസാര എന്തേ? പഞ്ചസാര. ഇന്ന് ഉച്ചക്ക് എന്താ കഴിച്ചേ? ചിക്കനും പൊറാട്ടയും. ഒരു പീസ് ഉണ്ട് പല്ലിന്റെ ഇടയ്ക്ക്, എടുത്തുകളാ. ഇപ്പോഴാണ് ശരിയായത്. നിന്റെ പുഞ്ചിരി പല്ലിനുള്ളിലെ ചിക്കൻ ചില്ലിയാവാം. ഇത് ചിരിക്കുമ്പോ എവിടെ പാല്, എവിടെ പഞ്ചസാര? നെക്സ്റ്റ്. അല്ലിപ്പൂവേ മല്ലിപ്പൂവേ മല്ലിപ്പൂവേ അല്ലിപ്പൂവേ. ആ പാട്ടിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതായത് അല്ലിപ്പൂവേ മല്ലിപ്പൂവേ, അതായത് ഈ പാട്ട് എഴുതാൻ ഈ കവ ഇരിക്കുന്ന സമയത്ത്. കവയോ? എന്ത് കവ? എഴുന്നാളില്ലേ? കവി. എടാ, അത് പെണ്ണുങ്ങളെ പറയുമ്പോ കവി, അത് സ്ത്രീലിംഗം. ഇത് വള്ളി പോയാൽ കവ. ഇത് എഴുതാനിരിക്കുന്ന സമയത്ത് മുല്ലപ്പൂവിന്റെ കച്ചവടമായിട്ട് ഒരാൾ പോകുന്നുണ്ടായിരുന്നു. ഓഹോ. മുല്ലപ്പൂവേ മുല്ലപ്പൂ. ഇത് കേട്ടപ്പോ കവയ്ക്ക് തോന്നി പാട്ട് കിട്ടി. മുല്ലപ്പൂവിന്റെ അവിടെ അല്ലിയും മല്ലിയും ചേർത്തു. അല്ലിപ്പൂവേ മല്ലിപ്പൂ, അത്രേ ഉള്ളൂ. സിമ്പിൾ. അടിച്ചു മാറ്റി. ഈ മുല്ലപ്പൂവിന്ന് അടിച്ചു മാറ്റിയതല്ലേ. വേറൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പം കുറച്ചു കാലങ്ങളായി സൂപ്പർ ഹിറ്റ്, ഇപ്പോഴും സൂപ്പർ ഹിറ്റ് ആണ്. ഒക്കെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണല്ലേ? അതെ. ഡലാമു 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 ഡലാമു. തമിഴ് പാട്ട്. തമിഴ് പാട്ട്. അതിനെന്താ കുഴപ്പം? അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാല് അത് ശരിക്കും നമ്മുടെ ഒരു ജീവിയുടെ പേരില്ലേ, ആ ജീവിയുടെ പേരിന്ന് അടിച്ചു മാറ്റിയതാ. അതായത് ഞാൻ പറഞ്ഞത്, ഈ പാട്ട് ഞാൻ പാടുമ്പോൾ പാടുന്ന സമയത്ത് എന്റെ കൂടെ പാടുക. ഞാൻ സ്ലോ ആക്കുന്ന സമയത്ത് സ്ലോ ആക്കുക, സ്പീഡ് ആക്കുമ്പോൾ സ്പീഡ് ആക്കുക. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. ദലാമു 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 മുതലെന്ന് അടിച്ചു മാറ്റിയല്ലേ. പിന്നെ എനിക്ക് മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്. എന്തൊരു പാട്ടാണെന്നറിയോ? അതാണ് വരികള്. സ്കൂൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവും, പഠിക്കാൻ പറ്റും. 1 2 3 4 തിരകള് വന്നേ ചാഞ്ചാടും തീരമോ സ്റ്റൈലല്ലേ. വരികളാണെന്നറിയോ? അത് എഴുതിയോനിപ്പ എന്റെ കൈ കിട്ടണം.
ഈ 1, 2 എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു സംഭവം ഓർമ്മ വന്നത്. സാറ് 1 തൊട്ട് 10 വരെയുള്ള പാട്ടുകളെ കുറിച്ച് പാടുമെന്നോ? 1 മുതൽ 10 വരെ ഓ പാടുമോ? ഇഷ്ടം പോലെ. എന്നാ 1നെ പറ്റി. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. ഓക്കെ 2. രണ്ടക്ക 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 രണ്ടാക്കാം രണ്ടാക്കാം കഴിഞ്ഞിട്ട് മതി. 3. മൂന്നാറിലെ മൂവന്തിയായി മുത്താരമായി തീർക്കാം. 4. 4 കെട്ടിൻ അകത്തളത്തിൽ. 5. 5ഉം 6ഉം കൂടെ ഒരുമിച്ച് തരാം. ഒരുമിച്ച് 5-6 രൂപയ്ക്ക് മണിമാല് ഉൻ കഴുത്തുക്ക് പൊരുത്തമടാ. പോരെ. അപ്പൊ 7. 7 സോറി. ഏത് പോലീസുകാരൻ അറിഞ്ഞൂടെ? 8 കിട്ടില്ല. 8 കിട്ടും. 8ഉം പൊട്ടും തീരിയാത്ത പാവാടക്കാരി. 9. 9 പ്രശ്നാണ്. വരും 9 വരും. അച്ചാർ വേണോ? കിട്ടി. 9 കിട്ടി. മൂന്നാറിലെ മൂവന്തിയായി മുത്താരമായി തീർക്കാം. നേരത്തെ 3-6 പാടിയില്ലേ? ഏത് നേരത്തെ? 3-ലോ? 3-ല് 3 6 എത്ര? 9. ശരിയായില്ലേ? അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം. ഉറങ്ങാൻ നീ എനിക്കരികിൽ വേണം ഉണരുമ്പോൾ. ആ പാട്ടിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഉണരുമ്പോൾ എനിക്ക് തന്നെയാകണം. ഉഗ്രം പാട്ട്. പക്ഷെ ചിത്രീകരിച്ച് ഭയങ്കര ബോറായി പോയി. വിഷ്വല പ്രശ്നം വളരെ അബദ്ധമായി. അതെന്താ? അത് എന്റെ ഒരു സങ്കല്പത്തിൽ ഞാൻ കാണിച്ചു തരാം. അതിന്റെ ഡെമോൺസ്ട്രേഷൻ. ഉറങ്ങാൻ നീ എനിക്കരികിൽ വേണം ഉണരുമ്പോൾ എൻ കണിയാ വേണം. ഉണർന്നാൽ പിന്നെനിക്കുണർവേഗ ചുടുചുംബനത്തിൻ. അതാണ്. പിന്നെ സാറിനോട് ചോദിക്കാൻ മറന്നുപോയത്, ആൽബങ്ങളെ പറ്റി സാറിന്റെ അഭിപ്രായം എന്താ? ഏത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ കളറാണോ? അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റേത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഞാൻ കല്യാണ ആൽബങ്ങളെ പറ്റിയല്ല പറയുന്നത്. അതായത് ആൽബങ്ങൾ എന്ന് പറഞ്ഞ സോങ്സ് വിഷ്വൽ ചെയ്തിട്ട് ഇങ്ങനെ പാട്ട്. അതെ. ചിരിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഏത് പോലീസുകാരനും പറ്റുന്ന പണിയാണ് ആൽബം. ആർക്കും ചെയ്യാം, എങ്ങനെയും ചെയ്യാം. അതായത് കോഴിക്കോട് നിന്ന് അങ്ങോട്ട് വടക്കോട്ടുള്ള സ്ഥലങ്ങൾ എടുക്കുക. ഒന്ന് പറഞ്ഞേ. കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂര്, ഈ സ്ഥലങ്ങളിൽ പെട്ട ഒരാള് അയാളുടെ പേരിന്റെ കൂടെ ഈ സ്ഥലത്തിന്റെ പേരും ചേർക്കുക. പേരെന്താണ്? എന്റെ പേര് റസാഖ്. വടകര റസാഖ് പാട്ടുകാരനായി. പാട്ടൊന്നും അറിയണ്ട. കൊയിലാണ്ടി സലീം, ജാഫർ കൊച്ചി, പിന്നെ ജലാലുദ്ദീൻ കോടത്തൂര് ആയി. അത്ര മതി, പാട്ടുകാരനായി. പാട്ടുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അത്ര എളുപ്പം വേറെ ഒന്നിനും ഒരു സംഭവത്തിനും ഇല്ല. അതെങ്ങനെ? ഒരു മുസ്ലിം പെൺകുട്ടിയുടെ പേര് പറയൂ. സാജിദ, പിന്നെ ഫാത്തിമ, പിന്നെ സാഹിബ, റജുല, നസീമ, ഇങ്ങനെ കുറെ മുസ്ലിം പെൺകുട്ടികളുടെ പേര് കണ്ടെത്തുക. എന്നിട്ട് അതിന്റെ കൂടെ നീ എന്റേതല്ലേ, ഞാൻ നിന്റെ സ്വന്തമല്ലേ, നീ എന്റെ കൽബല്ലേ എന്ന് പറഞ്ഞ ആൽബത്തിലെ പാട്ടായി. അതെങ്ങനെ? അതല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നീ എന്റേതാണ്, നീ എന്റെ കൽബാണ്. പിന്നെ വേറെ വലിയൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ചിരിക്കുട്ടൻ പാടിയ പാട്ടില്ലേ, നീ എന്റേതല്ലേ ഞാൻ നിന്റേതല്ലേ. അതിനുശേഷം വേറെ പാട്ടിറങ്ങിയില്ലേ, ഇതേ വരി തന്നെ. നീ എന്റേതല്ലേ ഞാൻ വേറെ ഇറങ്ങി, നീ എന്റേതാണ് സജിന. ഇതൊക്കെ നീ എന്റേതല്ലേ ഞാൻ നിന്റേതല്ലേ, ഇങ്ങനെ മാത്രം മതിയോ? പാട്ടിനൊരു ഇത് വേണ്ടേ, അർത്ഥം വേണ്ടേ? ഞാൻ ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ആളാ. അതുപോലെ ഇവരൊക്കെ ടോയ്ലറ്റിൽ നിന്നിട്ടാണ് പാടുന്നത്. പാട്ട് കേൾക്കുമ്പോഴേ അറിയാലോ. ഇത് കേട്ടോ. എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു നാം ഇരുന്നു ഒന്നു മിണ്ടുവാൻ, എന്റെ മണവാട്ടി പെണ്ണാണു. എന്ത് കാര്യമുണ്ട് ഇതിലൊക്കെ? ഒരു കാര്യമില്ല. ഇത് ഹിന്ദിക്കാരൊക്കെ സ്റ്റൈലാണ്, അത് അനുകരിക്കാണ് ഇവരും. മോഷൻ സുഖമായിട്ട് പോകാൻ വേറൊരു പാട്ടുണ്ട് ഹിന്ദിയിൽ. ഓ ആഷിഖ്മാനായ ആ പാട്ട് കഴിയുമ്പോഴേക്കും മോശം ക്ലിയർ ആയി. ഇത് കണ്ടിട്ടാണ് ഇവര് ഈ ശബ്ദം അങ്ങനെ ഭയങ്കരമായിട്ട് വിമർശിക്കും ഞാൻ. സാറിന് ഈ ആൽബങ്ങളെ പറ്റി തീരെ അഭിപ്രായമില്ല. സാറിന് പഴയ പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം. പുതിയ ആൽബങ്ങളോട് എനിക്ക് വെറുപ്പ്, അറപ്പ്. എന്തതിന് ഇംഗ്ലീഷിൽ പറയാ? അത് തന്നെ അതാണ്. സാറിന് മൊബൈൽ വർക്ക് ഉണ്ടോ? ഇവിടുന്നില്ല. ഇതാരതാ മൊബൈൽ? ഇതാര ഫോണാ? നിങ്ങളേതാ? ഇത്രയും നേരം വിമർശിച്ചിട്ട് ആൽബം തേങ്ങാക്കോലെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫോണിലെ പാട്ടേതാ? നീ എന്റേതല്ലേ ഞാൻ നിന്റേതല്ലേ? അല്ലേ?